ചാനൽ. ഇന്നത്തോടെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇത്തരം വീഡിയോസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഹൗ ടു മേക്ക് ദീസ് ലിറിക്സ് വീഡിയോസ് ബൈ യൂസിങ് KineMaster. Okay, first of all, open the KineMaster application. I am using KineMaster Crack version. First open that application and click on empty image. അതായത് empty image എടുത്തിട്ട് ഇതിൽ ഒന്നില്ലെങ്കിൽ പോർട്രേറ്റ് എടുക്കുക അല്ലെങ്കിൽ ലാൻഡ്സ്കേപ്പ് എടുക്കുക. നോർമലി ഇപ്പോൾ വാട്സപ്പിലായാലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലായാലും പോർട്രേറ്റിനുള്ള വീഡിയോസാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പോർട്രേറ്റിന് മുൻതൂക്കം കൊടുത്തിട്ട് 9:9:16 എന്നുള്ള റേഷ്യോയിലുള്ള ഒരു സ്ക്രീൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ മീഡിയ എന്ന് കാണാം. അതിൽ നിന്നും നിങ്ങൾ ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യാം. ഞാനിവിടെ വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കാം. നമുക്കിപ്പോൾ വേറെ വേണമെങ്കിൽ വേറെ കൊടുക്കാം. അതല്ലെങ്കിൽ ഞാൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്തതിന് ശേഷം അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ക്രോപ്പിംഗ് എന്ന് കാണാം. അതിൽ നമുക്ക് ഈ ഈക്വൽ ടൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫിക്സഡ് സൈസ് ആയിരിക്കും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് 10 സെക്കൻഡ് ആക്കുക. അഥവാ നിങ്ങൾക്കിപ്പോൾ 30 ആണെങ്കിൽ 30 സെറ്റാക്കിയതിന് ശേഷം സെറ്റാക്കിയതിന് ശേഷം ആ ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് ഒരു പകുതി കുറച്ച് അതിന് ശേഷം ഒരു 2 സെക്കൻഡായിട്ട് ഇത് കട്ട് ചെയ്യുക. ഓക്കെ, കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത ഭാഗം നമുക്ക് റിമൂവ് ചെയ്തിട്ട് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം ചെയ്യാൻ പോകുന്നത് നമുക്ക് പാർട്ടിക്കിൾസ് ആഡ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ പാർട്ടിക്കിൾസ് ആഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ ലെയർ എന്ന് കാണാം. അതിൽ മീഡിയ എടുക്കുക. മീഡിയയിൽ ഡൗൺലോഡ് എന്നുള്ള അഥവാ നിങ്ങൾക്ക് ഞാൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ തരാം. അതൊന്ന് വലുതാക്കിയതിന് ശേഷം നമുക്കിവിടെ ക്രോമാ കീ എനേബിൾ ചെയ്യാം. ക്രോമാ കീ എനേബിൾ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം. അതിന് മുന്നേ കുറച്ച് ഡാർക്ക് ആക്കാം. അതിനുശേഷം ഇവിടെ കളർ ഫിൽറ്റർ എന്ന് കാണാം. കളർ ഫിൽറ്ററിൽ കളർ ഫിൽറ്ററിൽ താഴെ നമുക്കൊരു ഓപ്ഷൻ കാണാം. അതിലൊരു എഫക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റ് സ്ക്രീൻ കിട്ടുന്നതാണ്. അതൊന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അത് സെറ്റാണ്. അതിനുശേഷം കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷനാണ്. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ ക്ലിപ്പ് ഗ്രാഫിക്സ് എന്ന് കാണാം. അത് സെലക്ട് ചെയ്യാം. നിങ്ങളിപ്പോൾ ലിറിക്സ് വീഡിയോസാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ഞാനിപ്പോൾ പേട്ട എന്നുള്ള സിനിമയിലുള്ള നേരത്തെ കണ്ട വീഡിയോയിൽ അതിലുള്ള സോങ്ങാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അത്തരം ഫിലിമിൻ്റെ ലിറിക്സ് ക്രോം പോലെയുള്ള ബ്രൗസർ വഴി ഡൗൺലോഡ് ചെയ്യുക. അത് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഇതിപ്പോൾ പേട്ടാത്ത ഒരു സോങ്ങാണിത്. തട്ടലാട്ടം ദാങ്ങ എന്നുള്ള പാട്ടില്ലേ, അതാണ്. അപ്പോൾ അതിൻ്റെ ലിറിക്സ് കോപ്പി ചെയ്തിട്ട് നിങ്ങൾ നോട്ട് പാഡ് ഉണ്ടെങ്കിൽ അഥവാ നോട്ട് പാഡ് പോലെയുള്ള ആപ്ലിക്കേഷനിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഓരോ വരി വെച്ചിട്ട് കോപ്പി ചെയ്യുക. ഞാനിത് ഇതിലുള്ള ഫസ്റ്റത്തെ ലൈന് കോപ്പി ചെയ്തു. അതിനുശേഷം ഇവിടെ KineMaster സെലക്ട് ചെയ്യാം. അതിനുശേഷം ബേസിക് ടൈറ്റിൽ എഫക്റ്റ് എന്ന് കാണാം. അതിൽ ഒന്നാമത്തെ എഫക്റ്റാണിത്. താഴെ കാണാം നമുക്ക് ഒരു എഫക്റ്റ് കാണാൻ പറ്റും. അതിൽ ഞാൻ ടോപ്പ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഫസ്റ്റത്തെ ലൈനിൽ നമുക്ക് ഫസ്റ്റത്തെ ഇത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ ഒരു എഫക്റ്റ് കൊടുക്കുക, അഥവാ അതിൻ്റെ ടൈറ്റിൽ ഫോർമാറ്റ് അങ്ങനെയും കൊടുക്കുക. അതിനുശേഷം സെക്കൻഡ് ലൈനിൽ അതിൻ്റെ ബാലൻസ് അഥവാ ബാക്കി വരുന്ന സംഭവങ്ങൾ അവിടെയും കൊടുക്കുക. നമുക്ക് ഓരോരോ സൈനും കൊടുക്കുക അതിൻ്റെ കൂടെ. ഒപ്പം അതിൻ്റെ ഫോണ്ട് സ്റ്റൈലും വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ പുതിയ ഫോണ്ട് സ്റ്റൈലാണ് കൊടുക്കുന്നത്, പുതിയ KineMasterആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. ഇവിടെ വൈറ്റ് എന്നുള്ളിടത്ത് ഇഷ്ടമുള്ളൊരു കളർ യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ആ ഒരു ഇമേജ് കോപ്പി ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ 3 ഡോട്ട് കാണാം. അതിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ കാണാം. അതിൽ ജസ്റ്റ് ക്ലിപ്പ് ഗ്രാഫിക്സ് എടുക്കുക. സെയിം വേണമെന്നുണ്ടെങ്കിൽ സെയിം ആനിമേഷൻ എടുക്കുക. അതല്ലെങ്കിൽ നമുക്കിവിടെ ഒരുപാട് ആനിമേഷൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ലൈൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഒന്നാമത്തേൽ നമുക്ക് ഫസ്റ്റത്തെ ഇടാം. രണ്ടാമത്തേൽ രണ്ടാമത്തെ കൊടുക്കാം. അഥവാ ഒന്നിനെ രണ്ടാക്കിയിട്ട് ഭാഗിച്ച് എടുക്കുകയാണ്. നമുക്ക് 2 എഫക്റ്റ് വരുന്നതുകൊണ്ട് അതുപോലെ തന്നെ കളർ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ടെക്സ്റ്റിൻ്റെ ഫോർമാറ്റും ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ ഒരു യുണീക്കായിട്ടുള്ള ഒരു കളർ യൂസ് ചെയ്യാണ്.
ഇനി അതന്നെ വീണ്ടും കോപ്പി ചെയ്യുക, അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും കൂടി എടുക്കുക. അപ്പോൾ മൂന്നാമത് ലെയർ വരും, ജസ്റ്റ് സെലക്ട് ചെയ്യാം. ക്ലിപ്പ് ഗ്രാഫിക്സ് എടുക്കുക, അതിൽ നിന്നും വേറൊരു മോഡൽ സെലക്ട് ചെയ്യാം. ഇതിൽ കുറച്ച് ഫോർമാറ്റുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് മൂന്നാമത്തെ വരി എടുക്കാം. ഇനി വേറെ ഫോർമാറ്റ് നമുക്ക് ചൂസ് ചെയ്യാം. ഇതിൽ ഒരുപാട് വേറെ ഐറ്റം ഫോർമാറ്റുകളൊക്കെ ഉണ്ട്. ഞാൻ ഈ ഒരു ഫോർമാറ്റ് ചൂസ് ചെയ്തു, പ്ലേ ചെയ്യാം. ഇനി നമുക്ക് ഒന്നും കൂടി എടുക്കാം. ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, ജസ്റ്റ് അത് നാലാമത്തെ സെലക്ട് ചെയ്യുക, ക്ലിപ്പ് ഗ്രാഫിക്സ് എടുക്കുക. അതിനുശേഷം നമുക്ക് രണ്ട് ഫോർമാറ്റാണ്, മോർ ടൈറ്റിൽ എഫക്റ്റ് എന്ന് കാണാം. അതിൽ വേറെ എഫക്റ്റും നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്ക് നാലാമത്തെ എടുക്കാം. നാലാമത്തെ ലൈൻ എടുക്കാം, കോപ്പി ചെയ്യുക, ഇതുപോലെ അതിൻ്റെ ടെക്സ്റ്റിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്യാം. ഫോണ്ടിൻ്റെ സ്റ്റൈൽ വേണമെങ്കിൽ മാറ്റാം. അതുപോലെ തന്നെ അതിൻ്റെ കളറും ചേഞ്ച് ചെയ്യാം. ഓക്കെ, ഇനി ഒന്ന് പ്ലേ ചെയ്യാം. ഇനി നമുക്കിതിൽ ഒരു ഡാർക്ക് മോഡ് വരുത്തുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു സംഭവം എനേബിൾ ചെയ്യാം. എല്ലാത്തിനും നമുക്ക് ഈ ഒരു വിഗ്നേറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് എനേബിൾ ചെയ്യാം. ഇതിൻ്റെ ഗ്രാഫിക്സ് നമുക്ക് മാറ്റാം. ഇതിൻ്റെ ഗ്രാഫിക്സ് ഒരു വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ഗ്രാഫിക്സ് നമുക്ക് ക്ലിപ്പ് ഗ്രാഫിക്സ് മാറ്റിയിട്ട് നമുക്ക് ഈ ഒരു ഇത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിൽ ഈ ഒരു ഇമേജിൽ നമുക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് ബാക്ക്ഗ്രൗണ്ട് നമുക്കൊരു എഫക്റ്റ് കൊടുക്കാനുള്ളൊരു മെത്തേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ കാണുവാനില്ല. കുറച്ച് ഡാർക്ക് ആക്കണമെങ്കിൽ ഡാർക്ക് ആക്കുക, അതുപോലെ തന്നെ വൈറ്റ് ആക്കണമെങ്കിൽ വൈറ്റ് ആക്കുക, അതൊക്കെ നിങ്ങളെ ഇഷ്ടം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡ് ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. പല മോഡലിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. നാലും സെറ്റ് ചെയ്യുമ്പോൾ അഥവാ ഒന്നിൽ തന്നെ ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ട് പിന്നെ കോപ്പി അഥവാ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ പിന്നെ എല്ലാത്തിലും മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോ സംഭവം സിമ്പിളാണ്. അതുപോലെ തന്നെ നമുക്ക് മ്യൂസിക് അവിടെ ഇവിടെ ഓഡിയോ എന്ന് കാണാം. അതിൽ നിന്നും ഓഡിയോ അതിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഓഡിയോ നമുക്ക് ഇതിൻ്റെ കൂടെ സെറ്റ് ആവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ അതിനുശേഷം നമുക്ക് എക്സ്പോർട്ട് ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോ എക്സ്പോർട്ട് ചെയ്യാം. കൈൻമാസ്റ്ററിൽ എക്സ്പോർട്ട് ചെയ്തിട്ട് പിന്നീട് നമ്മൾ ഇൻഷോട്ട് എന്നുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും. അതിലാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് എഡിറ്റിംഗ് വരുന്നത്. ഇൻഷോട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. അവിടെ നിന്ന് വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ ടാസ്ക് സെലക്ട് ചെയ്യുക. അവിടെ നിന്ന് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ സെലക്ട് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് ഇൻഷോട്ടിൻ്റെ വാട്ടർമാർക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ക്യാൻവാസ് എന്ന് കാണാം. അതിൽ റേഷ്യോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ 9:16 അതുപോലെ തന്നെ 2:3 കാണാം. 2:3 സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ടിക്ക് കൊടുക്കുക. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് ബ്ലറി ആയിട്ടുള്ളതാണെങ്കിൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് പ്ലേ ചെയ്യാം. അതിനുശേഷം ഇവിടെ സേവ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സേവിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ക്വാളിറ്റി സെലക്ട് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗാലറിയിലോട്ട് സേവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.